ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 1-ാം സങ്കീർത്തനത്തിൽ നീതിമാനെയും ദുഷ്ടനെയും പരിഹാസിയെയും പാപിയെയും പറഞ്ഞിരിക്കുന്നു. ദുഷ്ടൻ്റെ അവസ്ഥയെയും നീതിമാൻ്റെ അവസ്ഥയെയും വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് 1-ാം സങ്കീർത്തനം. ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദുഷ്ടൻ ദൈവത്തെ ഭയമില്ലാത്തവനാണ്, നിന്ദിക്കുന്നവനാണ്, മനോരഥത്തിൽ പ്രശംസിക്കുന്നവനാണ്, ദൈവം ചോദിക്കുകയില്ലെന്ന് ധിക്കാരം കാണിക്കുന്നവനാണ്. അവൻ്റെ ആലോചന പ്രകാരം നടക്കരുത്. പാപി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിക്കുന്നവനാണ്, ലക്ഷ്യം തെറ്റിയവനാണ്. ലക്ഷ്യം തെറ്റിയവൻ്റെ വഴിയിൽ നടന്നാൽ നടക്കുന്ന വ്യക്തിയും ലക്ഷ്യം തെറ്റും. പരിഹാസി എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിനുടമയാണ്. മറ്റുള്ളവരെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്നുമല്ലാത്ത രീതിയിൽ കാണുന്നവനാണ് പരിഹാസി. പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്നാൽ ഉന്നത ഭാവം ഒരു വ്യക്തിയിൽ വരും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ദുഷ്ടന്മാരുടെ അവസ്ഥ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അവർ കാറ്റുപാറ്റുന്ന പതിരുപോലെ അത്രേ. ഉറപ്പില്ലാത്തവരാണ്, ഘനമില്ലാത്തവരാണ്, പ്രയോജനമില്ലാത്തവരാണ്. പതിരുപോലെ പ്രയോജനമില്ലാത്ത, പതിരുപോലെ ഉറപ്പില്ലാത്ത ഒരു കൂട്ടരാണ് ദുഷ്ടന്മാർ. അതുപോലെ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ, പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കാൻ കഴിയാത്തവരാണ്, പ്രാഗൽഭ്യമില്ലാത്തവരാണ്. എന്നാൽ നീതിമാനെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന, ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നീതിമാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്ന ആ പദം മാത്രം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ആലോചന നിരസിച്ച് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് 107-ാം സങ്കീർത്തനം 10-ാം വാക്യം മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. അവരുടെ ഹൃദയത്തെ ദൈവം കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്ന്, അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. അവർ യഹോവയെ, ദൈവത്തിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ആലോചനയെ നിരസിച്ചുകൊണ്ട് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്നാൽ ഇരുളിലും അന്ധതമസിലും ഇരിക്കേണ്ടി വരും. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെടും. ഹൃദയം കഷ്ടത കൊണ്ട് താഴും. അതുപോലെ ഇടറി വീഴും. സഹായിക്കാനും ആരുമുണ്ടാകുകയില്ല.
അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കണം. എന്നാൽ നിലവിളി കേട്ട് ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കും. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആലോചന കേട്ട് മുന്നേറുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നീതിമാന് ശോധന ഉണ്ടെന്ന്, പരീക്ഷ ഉണ്ടെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരൻ ആകുന്നു. മനുഷ്യർ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിനും താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവീൻ. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം ആകുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവന്മാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. സ്ഥിരത പ്രാപിച്ച് ജ്ഞാനം പ്രാപിച്ച് ദൈവവചനത്തെ പ്രമാണിച്ച് ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വളർന്ന് ഫലം കായ്ച്ച് വാടിപ്പോകാതെ നിലനിൽക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.